ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ വലിയ തകർച്ചകളിലൂടെ കടന്നുപോയപ്പോൾ ദൈവം ഇടപെട്ട രക്ഷിച്ച അനേകം ജീവിതാനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിലെ തകർച്ചകളിലും പ്രതിസന്ധികളിലും രക്ഷിക്കുവാൻ കടന്നു വരുന്ന ദൈവത്തെക്കുറിച്ചും ആ ദൈവത്തിൻ്റെ കരങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ് 107-ാം സങ്കീർത്തനം. 107-ാം സങ്കീർത്തനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ഈ 107-ാം സങ്കീർത്തനത്തിൽ പലവട്ടം ആവർത്തിക്കുന്ന ഒരു വചനം എങ്ങനെയാണ്? അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. പലവട്ടം ആവർത്തിക്കുന്ന ഒരു വചനഭാഗമാണിത്. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. കഷ്ടതകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് കാണിക്കുന്ന കാരുണ്യത്തെക്കുറിച്ച്, അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ച് അവിടത്തേക്ക് നന്ദി പറയട്ടെ. ഒരിക്കലും ഒരു പുസ്തകം വായിച്ചപ്പോൾ ഹോളിവുഡിൽ വളരെ പ്രശസ്തയായിരുന്ന ഒരു സിനിമാ നടിക്ക് കിട്ടിയ ഒരു വലിയ ആശ്വാസത്തെക്കുറിച്ച് ഞാൻ വായിക്കുകയുണ്ടായി. ആ സഹോദരിയുടെ പേര് ഹെലൻ ഹെയ്സ് എന്നാണ്. അവർ ഹോളിവുഡിലെ വളരെ പ്രശസ്തയായ ഒരു സിനിമാ താരമായിരുന്നു. പക്ഷെ അവർ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ആ സ്ത്രീയും അവരുടെ ഭർത്താവും തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ വിവാഹബന്ധം വേർപെട്ടു. തുടർന്ന് അവരുടെ ജീവിതത്തിൽ അവരുടെ വലിയ പ്രതീക്ഷയും പ്രത്യാശയൊക്കെ ആയിരുന്നത് അവർക്കുണ്ടായിരുന്ന ഒരു മകളായിരുന്നു, ഏക മകളായിരുന്നു. അങ്ങനെ ഈ മകളെ വളർത്തുന്നതിലും അവൾ ഓമനിക്കുന്നതിലും അവളോടൊപ്പം ആയിരിക്കുന്നതിലുമൊക്കെ വലിയ ആശ്വാസവും സന്തോഷവും കണ്ടെത്തി അങ്ങനെ അവർ മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം ഒരു കാർ അപകടത്തിൽപ്പെട്ട് ഈ നടിയുടെ, സിനിമാ നടിയുടെ മകൾ മരിച്ചു പോകുന്നത്. വാസ്തവത്തിൽ ആ കാർ അപകടത്തിൽ മകൾ ദാരുണമായി കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ സ്ത്രീയുടെ മനസ്സിലെ, ഹൃദയത്തിലെ ആശ്വാസവും പ്രത്യാശയൊക്കെ പോയി. ഇനി എന്താണ് പ്രത്യാശിക്കാനുള്ളത്? ഇനി എന്താണ് അവർ മുമ്പോട്ട് നയിക്കുന്നത്? എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ, ആരുമില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഒരു കടുത്ത നിരാശയിലൂടെ കടന്നു പോയപ്പോൾ ഒരു ദിവസം അവർക്കൊരു പ്രേരണ ലഭിച്ച് അവർ വിശുദ്ധ ഗ്രന്ഥം തുറന്നപ്പോൾ അവർക്ക് കിട്ടിയത് ഈ 107-ാം സങ്കീർത്തനമാണ്. ഈ 107-ാം സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ ആശ്വാസം അനുഭവപ്പെട്ടെന്നും അവരുടെ ജീവിതത്തിൽ ആ നിരാശയും ദുഃഖവും വിട്ടുപോയെന്നും ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് ഓർക്കുന്നു. സ്നേഹമുള്ളവർ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ പലവിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും കഷ്ടതകളും തകർച്ചകളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ ദൈവം, കാരുണ്യവാനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അതാണ് സങ്കീർത്തകൻ പറയുന്നത്. കർത്താവിനെ നമ്മളെപ്പോഴും നന്ദിയോടുകൂടെ ഓർക്കണം. കർത്താവിൻ്റെ കാരുണ്യത്തെ പ്രതിയും അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. കഷ്ടതകളിൽ പ്രത്യേകിച്ച് ദൈവം അനേകം നമ്മുടെ ജീവിതത്തിൽ, അനേക തവണ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 107-ാം സങ്കീർത്തനം അത് വളരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളതിരുന്നിങ്ങനെ ധ്യാനപൂർവ്വം വായിച്ചാൽ മനോഹരമായ ആശയങ്ങൾ ഈ 107-ാം സങ്കീർത്തനത്തിലുണ്ട്. അതിൽ 4 തരത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ ദൈവം ഇടപെട്ട് ഇസ്രായേൽ ജനങ്ങളെ കരകയറ്റിയതിനെ കുറിച്ചാണ് സങ്കീർത്തകൻ പറയുന്നത്. 4 തരത്തിലുള്ള പ്രതിസന്ധികൾ, അവർ ജീവിതത്തിൽ നേരിട്ട 4 തരത്തിലുള്ള പ്രതിസന്ധികൾ. ആ പ്രതിസന്ധികൾ, അവരുടെ കഷ്ടതയിൽ അവർ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം അവരെങ്ങനെ രക്ഷിച്ചു, ദൈവം എങ്ങനെ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു. അതാണ് 107-ാം സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് 107-ാം സങ്കീർത്തനത്തിലെ ആദ്യ ഘട്ടത്തിൽ പറയുന്ന ഇങ്ങനെയാണ് സങ്കീർത്തകൻ 4-5 തിരുവചനങ്ങളിൽ അവർ മരുഭൂമിയിൽ അലഞ്ഞു നടക്കുന്ന ഒരു ജനതയായി. അതായിരുന്നു അവരുടെ പ്രതിസന്ധി. വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. വിശന്നും ദാഹിച്ചും അവർ വലഞ്ഞു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ മോചിപ്പിച്ചു. അപ്പോൾ അവർ മരുഭൂമിയിൽ വഴിതെറ്റി അലയുന്ന ഒരു ജനമായിട്ട് അവരിങ്ങനെ കഷ്ടതയിലൂടെ കടന്നു പോവുകയാണ്. വാസയോഗ്യമായിട്ടുള്ളൊരിടം കിട്ടാതെ,
നമ്മൾ ഈ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ നമ്മളും കടന്നു പോകാം. മരുഭൂമി എന്ന് പറയുമ്പോൾ അവിടെ നമുക്കറിയാം ചുട്ടുപൊള്ളുന്ന ചൂടാണുള്ളത്. മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വ്യക്തമായ ദിശയൊന്നും കിട്ടത്തില്ല. ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു റോഡിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പറമ്പിലൂടെ പോകുമ്പോൾ നമുക്കറിയാം ഏതാണ് ദിശകൾ എന്നൊക്കെ പറയാം. അങ്ങോട്ട് പോയാൽ ഇന്നതാണ്, ഇങ്ങോട്ട് പോയാൽ ഇന്നതാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ മരുഭൂമിയിൽ കുറേ അങ്ങോട്ട് മരുഭൂമിയുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ദിശാബോധമൊക്കെ നഷ്ടപ്പെട്ടു പോകും. എവിടെ എന്താണ്, എവിടെ ഏതാണ്, കിഴക്കേതാണ്, വടക്കേതാണ്, പടിഞ്ഞാറേതാണ്, തെക്കേതാണ്, നമുക്കതെല്ലാം അങ്ങനെ ദിശാബോധമൊക്കെ നഷ്ടപ്പെട്ടു പോകും. എല്ലാം ഒരേപോലെ കിടക്കുന്നത് പോലെ മരുഭൂമിയിൽ നമുക്ക് തോന്നും. അതോടൊപ്പം തന്നെ ആരുമില്ല, ഏകാന്തതയാണ്. അങ്ങനെ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞ അവസ്ഥകള്. അപ്പോൾ ഈ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ നമ്മളും കടന്നു പോകാം. ജീവിതത്തിൽ സ്നേഹിക്കാൻ ആരുമില്ല, ഒറ്റപ്പെട്ട അവസ്ഥ, ഏകാന്തത, എങ്ങനെ മുമ്പോട്ട് പോകുമെന്നൊരു ദിശാബോധമില്ലാത്ത അവസ്ഥ, എങ്ങനെ എൻ്റെ കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്നറിയാത്തൊരവസ്ഥ, ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെ ഞാൻ മുമ്പോട്ട് പോകും, കരകയറും എന്ന് പിടികിട്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ കുടുംബ തകർച്ചകൾ, പ്രതിസന്ധികളിൽ. അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ഇസ്രായേൽ ജനം കടന്നു പോയപ്പോൾ, മരുഭൂമിയിലൂടെ അവർ ഇങ്ങനെ അലഞ്ഞപ്പോൾ, മരുഭൂമി അനുഭവത്തിലൂടെ അവർ തളർന്നു പോയപ്പോൾ, അവരുടെ കഷ്ടതയിൽ അവർ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു. ദൈവം അവരെ സഹായിച്ചു. വാസയോഗ്യമായൊരു നഗരത്തിലെത്തുവാൻ ദൈവം അവരെ നേർവഴിക്ക് നയിച്ചുവെന്ന് കർത്താവ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഇസ്രായേൽ ജനം കടന്നുപോയ വേറൊരു പ്രതിസന്ധിയെക്കുറിച്ച് കർത്താവിൻ്റെ വചനത്തിലൂടെ സങ്കീർത്തകൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അത് അവർ ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും അതൊക്കെ ലംഘിച്ച് അവർ കൂടുതൽ പാപം ചെയ്ത് പലവിധത്തിലുള്ള ബന്ധനങ്ങളിലൂടെ കടന്നുപോയി. അവർ പലവിധത്തിലുള്ള അസ്വസ്ഥതകളിലൂടെ കടന്നുപോയി. അതിനെക്കുറിച്ച് 10-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, അവർക്ക് ദൈവം ഒത്തിരി നന്മകളും വാസയോഗ്യമായ സ്ഥലത്തൊക്കെ എത്തിച്ചു. ഇഷ്ടംപോലെ ഭക്ഷണവും നന്മകളൊക്കെ വന്ന് നിറഞ്ഞപ്പോൾ അവർ കർത്താവിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളൊക്കെ മറന്നു. അവർ കർത്താവിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളൊക്കെ മറന്ന് പാപകരമായ ജീവിതം നയിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ വചനം പറയുകയാണ്, 10-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ വായിക്കുകയാണ്, പീഡിതരും ബന്ധിതരുമായ ചിലർ അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും ഇരുന്നു. അവർ ദൈവത്തിൻ്റെ വാക്കുകൾ ധിക്കരിച്ചു, അത്യുന്നതൻ്റെ ഉപദേശം നിരസിച്ചു. അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് അടിമവേല കൊണ്ട് അവരുടെ മനം ഇടിഞ്ഞു, അവർ വീണു, സഹായിക്കാൻ ആരുമില്ല. അടുത്ത വചനത്തിൽ പറയാണ്, അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷിച്ചു. അപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ രണ്ടാമത്തെ ഒരു പ്രതിസന്ധി ആ ജനങ്ങൾക്ക് നേരിട്ടതായിരുന്നു. അവരുടെ ജീവിതത്തിലെ സമൃദ്ധിയും സമാധാനവും സന്തോഷമൊക്കെ കൈവന്നപ്പോൾ അവർ കർത്താവിൻ്റെ പ്രമാണങ്ങൾ അങ്ങോട്ട് മറന്നു. ദൈവത്തെ ധിക്കരിച്ച് സംസാരിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങി. അങ്ങനെ അവർ പ്രമാണങ്ങൾ ലംഘിച്ച് ധിക്കരിച്ചൊക്കെ ജീവിക്കാൻ തുടങ്ങി. വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് കഷ്ടതകൾ കടന്നു വന്നു, അടിമവേല കടന്നു വന്നു. അങ്ങനെ അവരുടെ മനസ്സിടിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ രണ്ടാമത്തെ പ്രതിസന്ധിയാണ് ഈ പലവിധത്തിലുള്ള ബന്ധനങ്ങളിലൂടെ അവർ കടന്നുപോയി. പാപത്തിൻ്റെ, തിന്മകളുടെ ഒക്കെ ബന്ധനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ അവർ ആ കഷ്ടതയിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ്, വീണ്ടും അവർ വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് അവരെ ആ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചു, കർത്താവ് അവരെ രക്ഷിച്ചു. അപ്പോൾ വീണ്ടും വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. ഇത് കർത്താവ് ക്ഷമിക്കുന്ന ദൈവമാണ്, കരുണ കാണിക്കുന്ന ദൈവമാണ്. ആ ദൈവം വീണ്ടും അവരോട് ക്ഷമിച്ചു. തുടർന്ന് ഈ സങ്കീർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മൂന്നാമതായിട്ട് കാണുന്നൊരു മേഖല, അവരിങ്ങനെ അവരുടെ ജീവിതത്തിൽ മൂന്നാമത് ഇസ്രായേൽ ജനത്തെ നേരിട്ടൊരു പ്രതിസന്ധി, പലവിധത്തിലുള്ള രോഗങ്ങളിലൂടെ അവർ കടന്നു പോവുകയാണ്. അതായത് ഇങ്ങനെ പാപം ചെയ്തും തെറ്റുകൾ ചെയ്തും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിൽ പലവിധത്തിലുള്ള രോഗങ്ങളും തകർച്ചകളൊക്കെ ഉണ്ടായി എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ജീവിതത്തിൽ ചിലപ്പോൾ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും രോഗങ്ങൾ ദൈവം അനുവദിക്കുന്ന ചില സഹനങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ചിലപ്പോൾ ചിലരുടെയൊക്കെ ജീവിതത്തിൽ പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് വചനം പറയുന്ന പോലെ ചിലർ രോഗികളായി മാറാം. ചിലരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ തന്നെ അഹങ്കാര പ്രവൃത്തികൾ മൂലം ചിലരൊക്കെ ദുശീലങ്ങൾ മൂലമൊക്കെ രോഗികളായിട്ട് മാറാം. അപ്പോൾ ഇവിടെയും കർത്താവിൻ്റെ വചനം പറയുകയാണ്, ചിലർ രോഗികളായി മാറി. അവർ എങ്ങനെയാണ് രോഗികളായി മാറിയെന്ന വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അവർ പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്നു. 15-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. 107-ാം സങ്കീർത്തനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അവർ പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചില രോഗികളായി മാറിയെന്ന്.
അപ്പോൾ സ്നേഹമുള്ളവരെ, 17-ാം തിരുവചനത്തിൽ വായിക്കുന്ന, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചില രോഗികളായി മാറി, തങ്ങളുടെ അകൃത്യങ്ങളാർ അവർ ദുരിതത്തിലായി. അവളിങ്ങനെ രോഗം വന്നു, നിരാശ വന്നു, ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യമൊക്കെ നഷ്ടപ്പെട്ടു, ജീവിതത്തോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. അപ്പോഴും വചനത്തിൽ വീണ്ടും എഴുതിയിരിക്കുകയാണ്, അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ദൈവം അവരെ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു എന്ന്. അപ്പോൾ മൂന്നാമത്തെ ഒരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന രോഗങ്ങളായിരുന്നു. വീണ്ടും ഈ സങ്കീർത്തനത്തിൽ 107-ാം സങ്കീർത്തനത്തിൽ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെട്ടെന്ന് വരുന്ന ആകസ്മികമായിട്ടുള്ള ചില സംഭവങ്ങളാണ്. അതേക്കുറിച്ച് സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ചിലർ സമുദ്ര വ്യാപാരത്തിനുമായി കപ്പലിലൂടെയുള്ള യാത്രയെക്കുറിച്ചാണ് സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നത്. കപ്പൽ യാത്രക്കാരെ പോലെ അവർ സമുദ്രത്തിൽ ഇങ്ങനെ പോയപ്പോൾ ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായി കൊടുങ്കാറ്റുണ്ടായി, അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങളുണ്ടായി, തിരമാലകൾ ഉയർന്നു. അവരങ്ങനെ ആകെ കഷ്ടതയിൽ അകപ്പെട്ടു. അപ്പോഴും അവരുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. ചിലപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടാവും. ആകസ്മികമായിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് കുടുംബത്തിൽ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുമ്പോൾ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടു പോകാം, അതിന് പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോകാം. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ കുടുംബത്തിൽ ഒരാൾക്കൊരു മാരക രോഗം പിടിപെടാം, അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണങ്ങളുണ്ടാകാം, അപകടങ്ങളുണ്ടാകാം, തകർച്ചകളുണ്ടാകാം. അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലപ്പോൾ മക്കൾ വലിയ തെറ്റുകളിലൊക്കെ ഏർപ്പെട്ട് ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോകാം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൊടുങ്കാറ്റ് പോലെയും ജീവിതത്തിൽ ഉണ്ടാകാം. ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായി എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ അവരവരുടെ കഷ്ടതയിൽ അങ്ങനെ അകപ്പെട്ടപ്പോൾ അവർ നിരാശരാകാതെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അവരെ അതിൽ നിന്ന് രക്ഷിച്ചു എന്നാണ് പറയുന്നത്. അവിടെയും സങ്കീർത്തകൻ പറയാണ്, കർത്താവിന് തൻ്റെ കാരുണ്യത്തെ പ്രതിയും അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളെ പ്രതിയും ദൈവത്തിന് നന്ദി പറയും. അപ്പോൾ സ്നേഹമുള്ളവർ, 107-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് 4 മേഖലകളിലുള്ള തകർച്ചകളിലൂടെ കടന്നുപോയ ഇസ്രായേൽ ജനത്തിന് സൗഖ്യവും ആശ്വാസവും വിടുതലും ആശ്രയവും നൽകുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ഇത് വായിച്ചപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹോളിവുഡിലെ സിനിമ നടിക്ക് അവരുടെ വലിയ നിരാശയിൽ, തകർച്ചയിൽ അവർക്ക് വലിയ പ്രത്യാശ വന്നു നിറഞ്ഞത്. ഇസ്രായേൽ ജനത്തെ ഈ പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റിയ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുമെന്ന് അവർക്ക് വലിയ പ്രത്യാശ ലഭിച്ചു. സ്നേഹമുള്ളവർ, നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാം. മരുഭൂമിയുടെ അനുഭവങ്ങളിലൂടെ, അവിടുത്തെ ഏകാന്തത, ചുട്ടുപൊള്ളുന്ന അവസ്ഥ, ദിശയറിയാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. കർത്താവ് കരുണ കാണിക്കും. അതോടൊപ്പം ജീവിതത്തിൽ, ഈ ലോകത്തിൽ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അറിഞ്ഞും അറിയാതെയും പലവിധത്തിലുള്ള പാപങ്ങളിലും പാപബന്ധനങ്ങളിലൊക്കെ നമ്മൾ വീണു പോകാം. ആ ബന്ധനാവസ്ഥകളിലും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, നമ്മൾ ദൈവകൽപ്പനകൾ ലംഘിക്കുമ്പോൾ, നമ്മളെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. മൂന്നാമതായിട്ട് പറയുകയാണ്, ചിലപ്പോൾ രോഗങ്ങൾ നമ്മളെ അലട്ടാം. സ്വാഭാവികമായിട്ട് കടന്നു വരുന്ന രോഗങ്ങളുണ്ട്. നമ്മുടെ തന്നെ അഹങ്കാരങ്ങൾ കൊണ്ടും ദുശീലങ്ങൾ കൊണ്ടും കടന്നു വരുന്ന രോഗങ്ങളുണ്ട്. അപ്പോൾ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചാൽ കർത്താവ് ഇടപെടും. അതോടൊപ്പം ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന ചില അനുഭവങ്ങൾ, കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൊടുങ്കാറ്റ് പോലെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ കർത്താവ് ഇടപെടും. അപ്പോൾ ഈ 4 മേഖലയിൽ ഇടപെടുന്ന ദൈവത്തിന് എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഇടപെടാൻ സാധിക്കും. നമുക്ക് ഉറച്ച് വിശ്വസിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം. തുടർന്ന് വരുന്ന ആരാധനയിൽ നമ്മുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കർത്താവിന് സമർപ്പിച്ച്, കർത്താവെ വലിയ അത്ഭുതത്തിലേക്കും സൗഖ്യത്തിലേക്കും വിടുതലിലേക്കും ഞങ്ങളെ നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ, സത്യദൈവ സൂനുവിനെ നിത്യവും വാഴ്ത്തിടാം. ആത്മാവിലും സത്യത്തിലും
ആരാധിക്കാൻ വരൂ സത്യദൈവ സൂനുവിനെ നിത്യവും വാഴ്ത്തിടാം. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളതെന്ന് വചനം ചോദിക്കുന്നു. നമ്മുടെ ദൈവം അടുത്തുണ്ട്. നമ്മുടെ ദൈവം നമ്മുടെ ദുഃഖങ്ങളും ഭാരങ്ങളും സങ്കടങ്ങളും നമ്മുടെ രോഗങ്ങളും തകർച്ചകളും അലച്ചിലുകളും കണ്ണീരും എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട്. വലിയ പ്രതിസന്ധിയിലായിരുന്നപ്പോൾ ഒരു സഹോദരിക്ക് 107 സങ്കീർത്തനത്തിലൂടെ ദൈവം പ്രത്യാശ നൽകിയതിനെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. അതെ, പലവിധത്തിലുള്ള ജീവിത അനുഭവങ്ങളിലൂടെ ഇസ്രായേൽ ജനത കടന്നുപോയപ്പോൾ, അവരുടെ കഷ്ടതകളിൽ അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ കർത്താവ് അവരതിൽ നിന്ന് കരകയറ്റി. 107 സങ്കീർത്തനത്തിൽ പലയിടങ്ങളിൽ നമ്മൾ വായിക്കുന്നു, കർത്താവിന് തൻ്റെ കാരുണ്യത്തെ പ്രതിയും അവിടുന്ന് തൻ്റെ ജനത്തിന് പ്രവർത്തിച്ച അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയുവിൻ. അതെ, കഷ്ടതയിൽ വിളിച്ചപേക്ഷിക്കുന്ന ജനത്തോട് കാരുണ്യം കാണിക്കുന്ന നല്ല ദൈവം നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. മരുഭൂമി പോലെയുള്ള അനുഭവങ്ങളിലൂടെ അലഞ്ഞപ്പോൾ, ചുട്ടുപൊള്ളുന്ന ചൂടിൽ, ഏകാന്തതയിൽ, കടുത്ത നിരാശയിൽ, ദിശയറിയാതെ വലഞ്ഞപ്പോൾ ദൈവം വാസയോഗ്യമായ സ്ഥലത്തേക്ക് അവരെ നയിച്ചു. അതേ, നിയമലംഘനങ്ങൾ വഴി കർത്താവിൻ്റെ പ്രമാണങ്ങൾ ലംഘിച്ച് പലവിധത്തിലുള്ള ബന്ധനാവസ്ഥകളിൽപ്പെട്ടപ്പോൾ അവർ കഷ്ടതയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവരോട് കരുണ കാണിച്ചു. വീണ്ടും പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് പലവിധത്തിലുള്ള രോഗങ്ങളിലൂടെ അവർ കടന്നുപോയപ്പോഴും ഭക്ഷണത്തോടും ജീവിതത്തോടും താല്പര്യം കുറഞ്ഞപ്പോൾ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. കഷ്ടതയിൽ കർത്താവിൻ്റെ കാരുണ്യവരിലേക്ക് കടന്നു ചെന്നു. അവരുടെ കടലിലൂടെയുള്ള യാത്രകളിൽ, കപ്പൽ യാത്രകളിൽ, അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്ന പ്രതിസന്ധികളിൽ, കൊടുങ്കാറ്റിലും തിരമാലകളിലും അവർ കഷ്ടതയിൽ കരഞ്ഞപേക്ഷിച്ചപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരെ രക്ഷിച്ചു. ഈ 4 അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ടാണ് 107 സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ ദൈവത്തിൻ്റെ ഇടപെടലുകളെ വിവരിക്കുന്നത്. അതേ സ്നേഹമുള്ളവരെ, കഷ്ടതയിൽ വിളിച്ചപേക്ഷിക്കുന്ന ജനത്തെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കർത്താവിൻ്റെ കാരുണ്യം എത്ര വലുതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, കർത്താവിൻ്റെ കാരുണ്യത്തെ പ്രതി അവിടത്തേക്ക് നന്ദി പറയുവിൻ. അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളെ പ്രതി ദൈവത്തിന് നന്ദി പറയുവിൻ. നമ്മുടെ ജീവിതത്തിലെ ഈ സമാനമായ അനുഭവങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. ദിശയറിയാതെ അലയുന്ന അനുഭവങ്ങൾ, ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങൾ, ഒറ്റപ്പെടലുകൾ, ഏകാന്തതകൾ എല്ലാം കർത്താവിന് സമർപ്പിക്കാം. നിയമലംഘനങ്ങളിലൂടെ കടന്നു വരുന്ന അടിമത്തങ്ങൾ, ബന്ധനാവസ്ഥകൾ, ജഡിക പാപങ്ങൾ എല്ലാം മോചനത്തിനായി ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മളിൽ അലട്ടുന്ന രോഗപീഠകൾ, അതുമൂലം കടന്നു വരുന്ന അസ്വസ്ഥതകൾ ഈശോയ്ക്ക് സമർപ്പിക്കാം. പെട്ടെന്നുണ്ടായ അനർത്ഥങ്ങളും അപകടങ്ങളും നമ്മുടെ ജീവിതത്തെ തകർത്തത്, തളർത്തിയതെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചു. ഈശോ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയെ പ്രതി ദൈവത്തെ സ്തുതിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം.
ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. എല്ലാ തകർച്ചകളും തകർച്ചയുടെ കാരണങ്ങളും പ്രതിസന്ധികളും ഈശോയ്ക്ക് സമർപ്പിക്കാം. ദൈവം രക്ഷിച്ച അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. കൃപമതി കർത്താവേ, നിങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പാടി പ്രാർത്ഥിക്കാം. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ഈശോയെ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ മക്കളിലേക്കും ദൈവത്തിന്റെ ശക്തി, ആശ്വാസം, കൃപ കടന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, മഹത്വം, 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 മഹത്വം. കർത്താവേ, അനുഗ്രഹിക്കണമേ കർത്താവേ, രോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ കർത്താവേ, സുഖപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.